ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മൾ മുടി വെട്ടാനായിട്ട് പോവാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടിയല്ല വെട്ടാൻ പോകുന്നത്, അച്ചാച്ചൻ്റെ മുടിയാണ് വെട്ടാൻ പോകുന്നത്. ഞാൻ ചുമ്മാ കൂടെ പോകുന്നതേ ഉള്ളൂ. എനിക്ക് മുടി അടുത്ത ദിവസം പോയി വെട്ടലാന്ന് ഓർത്തിരിക്കുകയാണ് ഞാൻ. ഇവിടെ ഒരു സാധനം കിടക്കുന്നുണ്ടോ, കാണിച്ചു തരാം നിങ്ങളെ. ഹലോ ഫ്രൂട്ടി, ഇതാണ് ഫ്രൂട്ടി. നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത്. ബുള്ളറ്റ് പോയി, വണ്ടി പോയി. ഇതേ ഫ്രൂട്ടി നിൽക്കുന്നുണ്ടോ അവിടെ? ഈ അച്ചാച്ചൻ വരുന്നുണ്ട്. ഫ്രൂട്ടി എന്ത് ചെയ്ത് അകത്തോട്ട് കയറത്തില്ല. പോവാച്ച മുടി വെട്ടാൻ. എന്നാൽ നമുക്ക് ഫസ്റ്റ് ലോറിയുടെ അടുത്തോട്ട് പോകാം, അതാണ് നല്ലത്. മുടി വെട്ടാൻ ഇറങ്ങിയപ്പോഴത്തേന് ഒരിക്കലും പെയ്യാത്ത മഴ, പെട്ടെന്നൊരു മഴ. നമ്മൾ സ്കൂട്ടറിലാണ് പോകാനായിട്ടിരുന്നത്, പെട്ടെന്നൊരു മഴ പെയ്തു. മഴ പെയ്ത് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് എങ്ങൊന്നും ഇല്ലാതെ മഴവില്ലൊക്കെ പെട്ടെന്ന് വരും. അതൊക്കെ ഇട സമയങ്ങളിലേ വരത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം ഇടയ്ക്കിടയ്ക്കൊക്കെ. പോകാച്ചാ, പോകാം. മഴ പോയി. ഏത്തപ്പോൾ നമുക്ക് ബാർബർ ഷോപ്പിൽ ചെന്നിട്ട് കാണാം. അല്ല, നമ്മൾ ലോറിയുടെ അടുത്ത് ചെന്നിട്ട് കാണാം. ലോറി ആ കിടക്കുന്നതാണ്, നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ പോകാനായിട്ട്. ലോറി ആ കിടക്കുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അവിടെയാണ് കിടക്കുന്നത്. നമുക്ക് ഇതിലേ കയറി ഷോർട്ട് കട്ട് ഉണ്ടോ അങ്ങോട്ട് ഇറങ്ങി. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ലോറി അവിടെ കിടക്കുന്നത് അനങ്ങുന്നുണ്ടോ ഇല്ലെന്ന് നമുക്ക് കാണാൻ പറ്റും. പെട്ടെന്ന് പോയിട്ടില്ല, പെട്ടെന്ന് പോയിട്ട് ആ വഴി മുടി വെട്ടാനായിട്ട് പോകാച്ചാ വാ. നിന്റെ വട്ടിയില്ലണോ? എന്റെ വട്ടിയല്ല. ഇതാണ് പറഞ്ഞ ലോറി, നമ്മുടെ ലോറി. ആ കാണുന്നതാണ് നമ്മുടെ വീട്. നമ്മുടെ വീട് ഇങ്ങനെ കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. വാ നമുക്ക് ലോറി കാണാം. കുറേ നാളായി ലോറിയുടെ അടുത്തോട്ട് വന്നിട്ട്. ഒത്തിരി നാൾക്ക് ശേഷമാണ് ലോറിയുടെ അടുത്തോട്ട് ഞങ്ങൾ വരുന്നത്. ആ വീട്ടിൽ നിന്ന് ഭയങ്കര സൗണ്ടാണല്ലോ. ഇവിടെ കുറെ കാവൽക്കാരുണ്ട് ഞങ്ങളുടെ ലോറിക്ക്. അവരൊക്കെ ആണ്ട് അതിലെ ഓടി നടപ്പുണ്ട്. കാണാൻ പറ്റുമോ എന്ന് കാണത്തില്ല. അതെ, ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്. അവരൊക്കെ കാവൽക്കാരാണ്, നമ്മുടെ ലോറിയുടെ കാവൽക്കാർ. ലോറിക്കാവൽ. കുറേ നാൾക്ക് ശേഷമാണ് വണ്ടി എടുത്തത്. ചാവി എടുത്തിട്ടില്ല, അല്ലെ നിങ്ങളെ അകമൊന്ന് കാണിച്ച് ഒരു റൗണ്ട് ഇങ്ങനെ ഈ ഗ്രൗണ്ടിൽ കൂടെ തന്നെ ഒരു റൗണ്ട് നിങ്ങളെ ഓടിച്ച് കാണിക്കാമായിരുന്നു. ചാവി എടുത്തില്ല, വീട്ടിലാണ് ചാവി. വണ്ടിയുടെ ഇതിനകത്തോട്ടൊന്ന് ഞാൻ കയറി നോക്കട്ടെ, എന്തൊക്കെയാണ് അതിനകത്തുള്ളതൊന്ന് നോക്കട്ടെ. പെട്ടിയിൽ പെട്ടി ക്ലീൻ ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. എന്താ അമ്മേ, ഇതൊന്ന് കഴുകണം. ഇത് മെയിനായിട്ട് നമ്മൾ കഴുകാനായിട്ടാണ് വന്നത്. അതിന് മുമ്പ് നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഒന്ന് നമ്മൾ കൊണ്ട് ചേഞ്ച് ചെയ്യിപ്പിക്കണം. നിങ്ങളെ ഞാൻ വീട് കാണിച്ചു തരാം. ആ കാണുന്ന ഗ്രൗണ്ട് കണ്ടില്ലേ, കാണിച്ചു തരാം. അതാണ് നമ്മുടെ വീട്. ആ കാണുന്നത് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്രൗണ്ട് കണ്ടോ, അതിന് ഫ്രണ്ടിലത്തെ ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഒരു ഒമിനി കിടക്കുന്നുണ്ട്, കാട് മൂടി. സ്കൂട്ടറിലാണ് അവളിങ്ങോട്ട് വന്നത്. ഇവിടെ ഡ്രൈവിംഗ് സ്കൂളുകാരൊക്കെ വണ്ടി പഠിപ്പിക്കുന്ന സ്ഥലമാണിത്. പക്ഷെ നമ്മുടെ വീടിൻ്റെ അടുന്ന് തൊട്ടടുത്താണ്. നമ്മുടെ വീടിൻ്റെ വാതിക്കലിരുന്നാൽ, നമ്മുടെ റൂമിലിരുന്നാൽ ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് നമുക്ക് സുഖകരമായി കാണാൻ പറ്റും. പിന്നെ ഇന്ന് നമ്മൾ ബാറ്ററി എടുത്തുകൊണ്ട് വന്ന് നമ്മൾ വണ്ടി കഴുകാൻ കൊണ്ടുപോവുകയാണ്. ഒത്തിരി നാൾക്ക് ശേഷം വണ്ടി കാണുന്നതിൻ്റെ ഉത്സാഹത്തോടെയാണ് വെച്ചാൽ
പണ്ട് നമ്മൾ ഈ ഗ്രൗണ്ടിലാണ് ക്രിക്കറ്റ് കളിക്കാൻ വന്നുകൊണ്ടിരുന്നത്. മോണ്ടാൻ ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മോണ്ടാൻ ആ വീട്ടിലോട്ട് അടിച്ചിട്ടതൊക്കെ മോണ്ടാൻ ഓർക്കുന്നുണ്ടോ? നമ്മൾ ആ ഗ്രൗണ്ടിൽ നിന്ന് നമ്മളിവിടെ ശവക്കോട്ടയുണ്ട്. ആ ശവക്കോട്ടയുടെ സൈഡിൽ കൂടെ നമുക്കൊരു വഴിയുണ്ട്. ആ വഴി പെട്ടെന്ന് കയറിയാൽ ജസ്റ്റ് 2 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഈ ഗ്രൗണ്ടിൽ എത്താൻ പറ്റും. അടുത്ത ദിവസം നമ്മൾ ചാവി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ വണ്ടിയുടെ അകവും വണ്ടി നമുക്ക് ഞാൻ ഓടിക്കുന്നതെല്ലാം കാണിച്ചു തരാം. പക്ഷെ എനിക്ക് ലൈസൻസ് ഒന്നുമില്ല. ഞാൻ ഓടിക്കുന്നത് പക്ഷെ കാണിച്ചു തരാം ഗ്രൗണ്ടിൽ കൂടെ മാത്രം. ഞങ്ങളുടെ വീട്ടിൽ ലൈസൻസ് ഉള്ള ഏക വ്യക്തി, AV ലൈസൻസ് ഉള്ള ഇതാണ്. നമ്മുടെ വണ്ടിയുടെ പേര് കണ്ടോ? പേരെന്ന് പറയാൻ നമ്മളെ വണ്ടിക്ക് പേരിട്ടേക്കുന്നത് എക്സോഡസ് എന്നാണ്. പക്ഷേ നമ്മൾ ഓൾ ഇന്ത്യ പെർമിറ്റ് ആയത് വേണം. ഗുഡ്സ് ഓൾ ഇന്ത്യ പെർമിറ്റ് ക്യാരിയേഴ്സ്. നമ്മളെ വണ്ടി 1512, വണ്ടി നമ്പർ 368684. ഗൈസ് നമുക്കത് മുടി വെട്ടാൻ പോയാലോ? അച്ഛൻ മുടി വെട്ടാൻ പോവാം. അച്ഛൻ അങ്ങനെയല്ല, പോകാമെന്ന് പറയണം. അങ്ങനെ എപ്പോഴും വരുന്ന ഒരു മുടി വെട്ട് കടയിലാണ്, സലൂണിലാണ് വെട്ടുന്നത്. ഇവിടെ വെട്ടുന്നവരുടെ അടുക്കളയാണ്. 5 മിനിറ്റ് കൊണ്ട് ഇവിടുത്തെ പരിപാടി കഥം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ വെട്ടാൻ കയറിയിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ വെട്ടാൻ തുടങ്ങി. ഇതിന് 5 or 10 പരിപാടി നോക്കാം. പണ്ടൊക്കെ മുടി വെട്ടാൻ പോകുമ്പോൾ നമ്മുടെ ഇവിടേക്ക് മുടി വെട്ടാൻ പോകുമ്പോൾ 6 മണിക്കൂർ 7 മണിക്കൂറൊക്കെ ഇരിക്കണം നമ്മൾ. അപ്പോൾ 5 മിനിറ്റ് അല്ലെ 10 മിനിറ്റ് പരിപാടി തീരും. പുള്ളി നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നാം. പുള്ളി ആയിക്കോട്ടൊക്കെ വിട്ടിട്ടാണ് മുടി വെട്ടാൻ പറ്റുന്നത്. പക്ഷെ ഇവർ സ്റ്റൈലായിട്ട് വെട്ടും. ഇവർ നല്ലതായിട്ട് വെട്ടിയൊക്കെ തരും. മുടിയെല്ലാം വെട്ടിയിട്ട് നമുക്കുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് ജീപ്പിൻ്റെ വർക്ക്ഷോപ്പ് വരുന്നത് കാരണം ജീപ്പിൻ്റെ വർക്ക്ഷോപ്പ് കയറി നമ്മൾ ചേട്ടൻ്റെ കൂട്ടുകാരൻ തന്നെയാണ് ഇത് പണിയുന്നത്. നമുക്കറിയാവുന്ന ആൾ തന്നെയാണ്. അങ്ങനെ അവിടെ ഒന്ന് കയറിയിട്ട് നമുക്ക് പുള്ളിയുടെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്നൊക്കെ ചെയ്യണം വേണ്ട പുള്ളിയോട് ഒന്ന് പറഞ്ഞിട്ട് പോയിക്കാം. കിട്ടിയിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒത്തിരി നാൾക്ക് ശേഷമാണ് ഈ മോന്ന് കാണിച്ചാണ് വീഡിയോ ഞാൻ ചെയ്യാം. എന്തായാലും നമുക്ക് 5 മിനിറ്റ് മുടി വെട്ടിക്കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, വലിയൊരു സന്തോഷം കണ്ടില്ല. മുടി വെട്ടി പൈസ പുള്ളി വണ്ടി പണിക്കൊണ്ടിരിക്കുകയാണ്. പേപ്പർ ഫിൽറ്റർ ആകാനാണ്. പേപ്പർ ഫിൽറ്റർ ആക്കി വലിയ പരിപാടിയൊന്നുമില്ല. എനിക്ക് കുറച്ച് പണിയുണ്ട്. അതിൻ്റെ ബാറ്ററിയുടെ ഈ ഇതിലൂടെ മാറണം. മെയിനായിട്ട് ഈ ഫാനിൻ്റെ ഇളക്കമായിരുന്നു, അതൊന്ന് മാറ്റിയാൽ മതി. ഫട്ടാഫട്ട് തീർക്കുന്ന പരിപാടിയാണ്. ഇത് പുതിയത് വെച്ചാന്ന് തോന്നുന്നല്ലേ? ഇത് തീരുമല്ലോ ഇപ്പൊ തന്നെ. പരിപാടി തീർന്നല്ലോ നമ്മുടെ. ഇതാ കൊണ്ടുപോവാം. ഇതിന്റെ ബാറ്ററി മാറാറായി ഗൈസ്. പുറകിലും ഒരു വണ്ടി കിടപ്പുണ്ട്, ജീപ്പ്. ഞാൻ കാണിച്ചു തരാറ്. പക്ഷെ ഇതിനും കൂടെ പുറകെ മോഡലാണ്. ഇതാണ് മോണ്ടാൻ്റെ കൂട്ടുകാരൻ. പുള്ളിയുടെ ജീപ്പാണ് ആ കിടക്കുന്നത്. ഇതെല്ലാം പുള്ളിയുടെ വണ്ടികളാണ്. ഇത് പുള്ളിയുടെ വണ്ടിയാണ്, പുള്ളിയുടെ മേജറാണ്. അതും 4 വീല് തന്നെയാണ്. മേജർ നമ്മളല്ലേ സെൻജൂഡ് ഓട്ടോ വർക്ക്സ്. ഇതാണ് അവരുടെ വർക്ക്ഷോപ്പിൻ്റെ പേര്. ഞാൻ മേടിച്ചത് ആ പുള്ളിയുടെ കയ്യിൽ നിന്ന് തന്നെയാണ് വണ്ടി മേടിച്ചത്. ഇതെന്തായി കിടക്കുന്നത് നിങ്ങൾ കണ്ടോ? ഇതാരുടെ വണ്ടിയാ? ഇതിന് 2 ലക്ഷം രൂപയുള്ളൂ. ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് അയച്ചോളൂ. 2 രൂപയുള്ളൂ. 2 ലക്ഷം രൂപയ്ക്ക് ഇവർ തരാൻ റെഡി ആയിരിക്കും. പക്ഷെ നമ്മളെല്ലാം ചെയ്തെടുക്കണം. ഇതെല്ലാം പുള്ളിയുടെ വണ്ടികൾ തന്നെയാണ്. പുള്ളി പണിയാനും പുള്ളി മേടിച്ചിടുന്നതും ഇത് തന്നെ. പുള്ളിയുടെ മേളിൽ തന്നെയാണ് പുള്ളിയുടെ വീടുകളും.
പഴയ ഡോൾഫിൻ, എന്ത് സാധനമുണ്ട്, എല്ലാം സാധനമുണ്ട്. ഇപ്പം തന്നെ നമ്മുടെ പരിപാടി തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബെൽറ്റ് മാറി, ഫാൻ മാറി, ഫാൻ്റെ ആ നോബ് മാറി. പിന്നെ വണ്ടിയുടെ പരിപാടി അതെൻ്റെ വണ്ടിയാണ്. 2010 കൊണ്ട് ലാസ്റ്റ് വണ്ടി നിൽക്കുക. ആകെപ്പാടെ 16 വണ്ടി കേരളത്തിൽ അതിനകത്ത് 12 ലക്ഷം രൂപ ചോദിച്ചുകൊണ്ടിരിക്കുക. സിംഗിൾ ഓണർ 35,000 കിലോമീറ്റർ കൊടുക്കും. മേജർ ഈ വണ്ടി 10-15 വണ്ടികളെ തന്നെ ഉള്ളതെന്നൊക്കെ പുള്ളി പറയുന്നത്. പുള്ളി ഇത് അത്യാവശ്യം നല്ല വിലക്ക് എടുത്താണ്. ഇത്തിരി നീറ്റ് വണ്ടിയാണ്, നല്ല രസമുണ്ട് കാണാൻ. സ്റ്റോക്ക് ടയറൊക്കെയാണ്. നമുക്ക് നമ്മുടെ ബോഡി ഒന്ന്, നമ്മുടെ ജീപ്പിൻ്റെ ബോഡി ഒന്ന് മാറണം. ഇപ്പം മാറുന്നില്ല, കുറേ താമസിക്കാതെ തന്നെ മാറണമെന്ന് വിശ്വസിക്കുന്നു. പെട്ടെന്ന് തന്നെ മാറണം. ഇത് 2009 മോഡല് മേജറാണ്. പുള്ളി അത് ഇത്ര 10 രൂപയ്ക്കാണ്ട് എടുത്ത് 10 രൂപയ്ക്കാണ്ട് എടുത്താണെന്ന് പുള്ളിക്ക് പറഞ്ഞത് കേട്ടത്. ഇതാണ് നമ്മുടെ വണ്ടിയുടെ അകം. ഇത് പണ്ട് ഞങ്ങൾ ഒട്ടിച്ച സ്റ്റിക്കറാണ്. വാർണിംഗ്, നോ എയർ ബാഗ്സ്, വി ഡൈ ലൈക്ക് എ റിയൽ മാൻ. തമാശയായി, പക്ഷേ എനിക്കിഷ്ടം അതൊക്കെ. പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ല, സാധാ സ്റ്റിയറിംഗ് ആണ്. പവർ സ്റ്റിയറിംഗ് ഞങ്ങൾക്ക് വെക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പം എന്തായാലും നമ്മൾ ഈ പരിപാടി എടുത്തിട്ട് നമുക്ക് പോകാം. കുറച്ച് നാൾ വണ്ടി എടുക്കാതിരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ആരും നാട്ടിലില്ല, അതാണ് മെയിൻ വിഷയം. നമ്മളിങ്ങനെ വല്ലപ്പോഴും നാട്ടിൽ ലീവിന് വരുമ്പോൾ മാത്രമാണ് നമ്മൾ വണ്ടി എടുക്കാറ്. ഇത് മാറ്റണം. ഇതാണ് ഇപ്പം നമ്മൾ മാറി വെച്ചത്. അതായത് റേഡിയേറ്ററിൻ്റെ ഫാൻ്റെ ആ ഷാഫ്റ്റ് നല്ല വിലയാണെന്ന് തോന്നുന്നു. അതായത് ഈ ഷാഫ്റ്റാണ് കേട്ടോ, നിങ്ങൾ കണ്ടാണെന്നോ ഈ ഷാഫ്റ്റ്, ഈ സെറ്റ് ഫുള്ള്. പിന്നെ ആ കിടക്കുന്ന ബെൻസ് ഇവർ വിൽക്കാൻ ഇവിടെ പണിയാൻ കൊണ്ടുവന്നതാണ്. പിന്നെ ഉണർന്ന് വേണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവർ വിൽക്കാനായിട്ട് എടുത്തോളാൻ 2 ലക്ഷം രൂപയൊക്കെ എടുത്തോളൂ അപ്പോളെ. ഇത് ചേട്ടൻ്റെ കൂട്ടുകാരനാണ്. പുള്ളി പറയാണ് 2 ലക്ഷം രൂപയ്ക്ക് വേണമെങ്കിൽ ഈ വണ്ടി എടുത്തോണ്ട് പോയിക്കോളാം. നമുക്കിതിന് നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. ശരിക്കും ഈ ബെൻസിൻ്റെ ഒന്നും ആവശ്യം നമുക്ക് ഒരിക്കലും. പക്ഷെ എൻ്റെ അലോയൊക്കെ തീപ്പൊരു അലോയാണ്. അലോയ് എനിക്കിഷ്ടപ്പെട്ടു. നമുക്ക് ഈ അലോയ് കിട്ടിയിട്ടും കാര്യമില്ല. ജീപ്പിൽ നമുക്ക് അലോയ് ഇടാനും പറ്റത്തില്ല, ലോറിക്ക് നമുക്ക് ഈ അലോയ് ഇടാനും പറ്റത്തില്ല. പിന്നെന്തിനാണ് നമ്മൾ ഈ അലോയ് നോക്കുന്നത്? ഭാവിയിൽ എപ്പോഴേലും ഒരു ബെൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കിത് ഈ അലോയൊക്കെ നമുക്ക് നോക്കാം. ഈ കിടക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങളോർക്ക് ഇവിടെ എന്തിനാണല്ലേ, ഇതിപ്പം മാറ്റി വെക്കാനായിട്ട് എൻ്റെ കൊണ്ടുവന്നേക്കുന്നതാണ്. അതങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ വണ്ടിയുടെ പണിയാണ് കേട്ടോ. ഇവിടെ ഒരു അംബാസഡർ കിടപ്പുണ്ട്, പഴയത് പണിതുകൊണ്ടിരിക്കുന്നത് തോന്നുന്നു. എൻ്റെ പുറകിൽ വേറൊരു ജീപ്പും കൂടെ പണിയുന്നുണ്ട്. അത് ഇത്രയും കൂടെ പഴയ മോഡലാണ് എന്തോ. അത് നമുക്ക് ഇന്ന് തന്നെ വണ്ടി കിട്ടും കേട്ടോ. അത് നമുക്കൊരു സന്തോഷ വാർത്തയാണ്. ഞാനിത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവിൽ നമുക്ക് പോകുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം. ഇതാ ചേട്ടൻ്റെ അച്ഛനാണ് മെയിൻ മിസ്ത്രി. ഇനി നമുക്ക് ഇന്ന് വൈകുന്നേരം അല്ലെങ്കിൽ നാളെ വേറൊരു വണ്ടി 5 സ്പീഡ് വർക്ക്ഷോപ്പിൽ ഇരിപ്പുണ്ട്. അത് പോയി എടുത്തുകൊണ്ട് വരണം. 5 സ്പീഡ് എടുത്തുകൊണ്ട് വരണം. ഇന്ന് ടൈറ്റ് ഷെഡ്യൂളാണ്.
എൻ്റെ മുടിയൊന്നും എങ്ങനെ ഇരിക്കുന്നതെന്നൊന്നും എനിക്കറിയത്തില്ല. ഇന്ന് വൈകുന്നേരം മഴയില്ലെങ്കിൽ നമുക്ക് 5 സ്പീഡ് എടുക്കാം, അല്ലെങ്കിൽ നാളെ എടുക്കാം. ഇന്ന് 5 സ്പീഡ് എടുക്കാൻ പോകുന്നുണ്ടോ? 5 സ്പീഡ് എടുക്കാൻ തൊട്ടതാ. ഇതൊരു വണ്ടി റെഡി ആക്കുന്നുണ്ട്, നോക്കിയിട്ട് എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്. ബെൽറ്റ് ഇടുക, ബെൽറ്റ്. നമ്മൾ റേഡിയേറ്ററിനകത്ത് വെള്ളം നിറയ്ക്കുക. ഒരു റൗണ്ട് കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് മുറുക്കിയത്. പുള്ളി നമ്മളെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിച്ചു ഇവിടെ ഇട്ട്. അത് കുഴപ്പമില്ല, നമുക്കറിയാവുന്ന പോലെ അതിൻ്റെ കുഴപ്പമില്ല. ചേട്ടൻ്റെ കുട്ടി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തന്നെയാണ് ഈ പണിയൊന്നും ചെയ്ത്. അതെ എന്നെ വേറെ ഇതാണ്ടൊക്കെ പറിച്ചെടുക്കുക. ആ പുതിയ നെറ്റ് ഇട്ടല്ലേ, ബോൾട്ട് ഇട്ടു. അതെ ക്ലോസ് ആയിരിക്കും. ഇനി നമുക്ക് വണ്ടി കിട്ടും, അപ്പം നിങ്ങൾക്ക് ഓടിക്കണം. നീണ്ട ഇളവേളയ്ക്ക് ശേഷം നമ്മൾ ജീപ്പ് ഓടിക്കാൻ തോന്നുന്നു. വണ്ടി ഇവിടെ കച്ചേഴ്സ് ആക്കാൻ തോന്നുന്നു, കച്ചേഴ്സ് ആക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്കൊന്ന് ജീപ്പ് കൊണ്ടുപോകാം. ഇനിയിപ്പോൾ 5 സ്പീഡ് കൊണ്ടുപോകണം, എടുക്കാൻ പോകണം. എന്നായാലും ഇന്നൊരു നല്ല ദിവസമായിരിക്കും. സന്തോഷം. എല്ലാ വണ്ടിയും ഇന്നൊന്ന് റെഡിയായിട്ട് ഹാപ്പി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജീപ്പ് ഓടിച്ചിട്ട് 8-9 മാസത്തോളമായി ജീപ്പ് ഓടിച്ചിട്ട്. ഞാൻ ഓടിച്ചിട്ട് വീട്ടിൽ ഓടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 1 മാസത്തിന് ഇത്രയും വയ്യാതായിരുന്നു വണ്ടിക്ക്. ബൈക്ക് ഫാനൊന്ന് പൊട്ടിയത്. ഞാൻ ഓടിച്ചിട്ടിപ്പം 8-9 മാസമായി ഞാൻ ഈ വണ്ടി ഓടിച്ചിട്ട്. അതുമല്ല ഇന്ന് ഒരു പോളോ അതിൽ പോയി, അതാണ് സൗണ്ട് കേട്ടത്. അതുമല്ല ഇന്ന് വൈകുന്നേരം തന്നെ പോയി 5 സ്പീഡ് എടുത്തുകൊണ്ട് വരണം. 5 സ്പീഡ് വർക്ക്ഷോപ്പിൽ ഇരിക്കുന്നുണ്ട്. അതിന്ന് എടുത്തുകൊണ്ട് വരണം. അത് ചെറിയൊരു ബെൻഡ് വീണിട്ട് അതൊന്ന് എടുക്കാൻ പോയിട്ടാണ്. അത് ഇന്ന് തന്നെ പോയി എടുത്തുകൊണ്ട് വരേണ്ടതാണ്. സമയമുണ്ടെങ്കിൽ ഇന്ന് തന്നെ പോകും, അല്ലെങ്കിൽ നാളെ കേൾക്കും. എനിക്ക് തോന്നുന്നു വെള്ളം ലീക്ക് ആവുന്നുണ്ടോ ചേ? അച്ഛൻ എന്നെ തപ്പുന്നിരുന്നു. അച്ഛനിവിടെ പണി ചെയ്യാൻ വന്നതാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ജീപ്പിൻ്റെ ഒരു പണി കൂടെ നടക്കണം. നമുക്ക് അതൊന്നും കണ്ടിട്ടില്ല. അവിടെ എന്തോ വീലിൻ്റെ സംതിങ് നോക്കിയിട്ട് ഫാനൊക്കെ റെഡിയായി. സൗണ്ട് കുറച്ച് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറേ നാളത്തെ സെതാൻ്റെ ആണെന്ന് തോന്നുന്നു. ഉണ്ട്, ഞാൻ മുമ്പ് നോക്കിയായിരുന്നു. ഉണ്ട്. അങ്ങനെ ജീപ്പിന്റെ പരിപാടിയെല്ലാം കഴിക്കോ? പക്ഷേ നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. കാണിച്ചുതരാനേ, നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല. പുറകിൽ ആ വണ്ടി പണിയുന്നത് കൊണ്ടില്ലേ, ആ വണ്ടി അവിടെ കിടക്കുന്നത് കാരണം നമുക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നതല്ല. കാരണം അതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വണ്ടി പുറകോട്ടെടുക്കാനായിട്ട്. അങ്ങനെ ആയതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുകയാണ്. പക്ഷെ അതിനിടയ്ക്ക് പെരട്ട മഴയെല്ലാം പെയ്തു നശിച്ചില്ല. നമ്മളെ വണ്ടിക്കകത്ത് കയറി ഇരിക്കുകയായിരുന്നു, കുഴപ്പമില്ല, നനഞ്ഞൊന്നുമില്ല. പക്ഷെ ഇത് മഴ പെയ്യുമ്പോൾ വല്ലാത്തൊരു ഇതാണ്. ചിലപ്പോൾ നല്ലതായിരിക്കും, പക്ഷെ ചിലപ്പോൾ ഇരിക്കായിരിക്കും. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ ദ മൂഡ് അല്ലേ? അതെ. എന്നാ ബെൻസ് ഇപ്പം നമ്മളെടുത്തിട്ട് നമുക്കൊരു ഉപകാരവും ഇല്ല. അതെടുത്തിട്ട് 2.5 ലക്ഷം രൂപയുള്ളൂ. പക്ഷെ അത് നമുക്ക് എടുത്തിട്ട് നമുക്ക് ഉപകാരമൊന്നുമില്ല. നമുക്ക്
ഇപ്പം ഇല്ല, നമുക്ക് ഭാവിയിലേക്ക് ഉപകാരം വരും. കാരണം ഇപ്പോൾ നമ്മൾ പരിപാടികളെല്ലാം തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. നമുക്ക് ഭാവിയിൽ ചിലപ്പോൾ ഉപകാരപ്പെട്ടേക്കാം. ഇങ്ങനെ നമ്മൾ പേയ്മെൻ്റ് എല്ലാം ചെയ്തു കഴിഞ്ഞു. പക്ഷേ നമുക്കിപ്പോൾ പോകാൻ വകുപ്പില്ല. ഞാൻ പറഞ്ഞില്ലേ പുറകിൽ ആ വണ്ടി കിടക്കുന്നതെന്ന്. അത് കാരണം പോകാൻ ഇപ്പോൾ സ്കോപ്പൊന്നുമില്ല. പേയ്മെൻ്റ് അല്ലേ അല്ലേ എന്ന അവസ്ഥയില്ലേ, പൈസ എല്ലാം കൊടുത്തു, പക്ഷെ വർക്ക്ഷോപ്പിൽ പോകാൻ പറ്റത്തില്ല. അങ്ങനെയായി നിൽക്കുക. പക്ഷേ മഴ, ഞാനാണെങ്കിൽ സ്കൂട്ടറിനല്ലേ അതിന് ഇങ്ങോട്ട് ചുമ്മാ സ്കൂട്ടറിനല്ലേ മുടി വെട്ടാൻ പോയിട്ട് തിരിച്ച് വന്നപ്പോഴല്ലേ ചുമ്മാ വർക്ക്ഷോപ്പിൽ കയറി. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് വണ്ടി ഇന്ന് തന്നെ കിട്ടുമെന്ന്. ഇനി തിരിച്ച് മഴയായതുകൊണ്ട് കുഴപ്പമില്ല, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഒരു കിലോമീറ്റർ, ഒരു 1.5 കിലോമീറ്റർ കാണും. അത്ര പോയാൽ മതി. അറ്റ് ലാസ്റ്റ് നമ്മുടെ വണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്നു. 40 അടിക്ക്, 40 അടിച്ചോ എന്നിട്ട് വന്നാണ്. 4 സൈഡിലും കാറ്റ് കുറവാണ്. 40 നമുക്ക് എംറ്റി ടയർ ആയത് കാരണം എത്ര യൂണിറ്റ് അടിക്കണമെന്ന് നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ 40 യൂണിറ്റ് വെച്ചാണ് അടിക്കുന്നത്. എല്ലാവരും ഫ്രൂട്ടി, ഡോറ എല്ലാവരും വണ്ടി കാണാനായിട്ട് വന്നിട്ടുണ്ട്. ഫ്രൂട്ടിയുടെ ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ മൊത്തം വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ല. കാരണം ഇന്നലെ രാത്രിയായപ്പോൾ നമ്മൾ രാത്രിയായിരുന്നു വണ്ടി എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും. അതാണ് മൊത്തം വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയില്ല. ഈ രാത്രിയാണ് ലൈറ്റ് ഇല്ലാത്തതാണ് വണ്ടി ഓടിച്ചു നോക്കാനും പറ്റിയില്ല. ഇപ്പോൾ ഓടിക്കാനായിട്ട് എനിക്ക് ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. കൂട്ടത്തിൽ നിന്ന് ലോറിയിൽ ഒന്ന് മിനുക്ക് പണി ചെയ്ത് തൂത്ത് തുടച്ച് റെഡിയാക്കാനായിട്ടും കൂടെ വന്നേക്കുവാണ്. അപ്പോൾ എന്നായാലും നമുക്ക് നോക്കാം. വണ്ടി വരുന്നുണ്ട്, അവർ വണ്ടിയായിട്ട് റിവേഴ്സ് വരുന്നുണ്ട്. അവർ വെള്ളം എടുക്കാനായിട്ട് അപ്പുറം വരെ പോയേക്കുക. അത് നമുക്ക് നോക്കാം. എടുക്കാ വന്ന് അത് കഴിഞ്ഞ് ഇവർ വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം വണ്ടി. അതെങ്ങനെയുണ്ട്? ജീപ്പിൻ്റെ ഇത് കണ്ട് ഇപ്പം വന്ന വഴിക്ക് ഇവർ ചെയ്തതാണ് ഇതെല്ലാം. ഇതുകൊണ്ട് കഴുകണം വീട്ടിൽ ചെന്നിട്ട്. ഇവർ ലോറി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമുക്ക് പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ടെസ്റ്റ് ഡ്രൈവിന് പോകാം. ടെസ്റ്റ് ഡ്രൈവ് പോയിട്ടില്ല. ആ കൂട്ടത്തിൽ നമുക്ക് ലോറി ഇടാൻ ഷാമ്പൂ കൂടെ മേടിക്കണം. Google Pay ഉണ്ടല്ലോ. കാരണം സീറ്റൊക്കെ ഒത്തിരി നാൾ കൂടി സീറ്റൊക്കെ നമുക്ക് നമ്മുടെ ഇതിൽ ഇട്ടേക്കുന്നതാണ്. ഫോൺ കയ്യിൽ വെച്ചു ഒരെണ്ണം. ഫോൺ ഒരെണ്ണം കയ്യിൽ വെച്ച് വെച്ചാ. അപ്പൊ നമുക്ക് പോയിട്ടില്ല. ടെസ്റ്റ് ഡ്രൈവ്. പോയിട്ടില്ല ഷാമ്പു പോലെ. ഇങ്ങനെയാണ് ഇവിടെ ഒറ്റയടിക്കാൻ എനിക്ക് വളർത്തില്ല. ഇതെല്ലാം മോശപ്പെട്ട വഴി.
ശബ്ദം മേടിച്ചു. ഇനി നമുക്ക് എന്താ കടയിലൊന്നും എന്തോ സുരേഷ് ടി കെ ആ ചെയ്തിട്ട് 20 രൂപ. എന്തോ അങ്ങ് വരെ പോകണമെന്നുണ്ട്. പക്ഷേ ഇവരവിടെ വണ്ടി കഴുകാനായിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെ പോകാൻ പറ്റും നമുക്ക്? വണ്ടിയെല്ലാം വീട്ടിൽ വന്ന് കഴുകിയിട്ടിരിക്കുന്നു. നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ഡ്രൈവ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുകയാണ്. നാളെ ഇനിയിപ്പോൾ 5 സ്പീഡ് എടുത്തുകൊണ്ട് വരണം. വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം എല്ലാവർക്കും വീഡിയോ കണ്ട് എല്ലാവർക്കും താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരുടെയും കമൻറ്റുകളെല്ലാം ഇപ്പോൾ പോരട്ടെ. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ്. ബൈ ബൈ.